നമ്മൾ ഇവിടെ ഇസ്ഥാന നഗര, അതായത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ റെസിഡൻസ് ആണ്. അവിടെ വന്നതാ. ബാക്കിൽ കാണുന്ന ഗേറ്റ് മാത്രമേ ഉള്ളൂ, അകത്തോട്ട് കയറ്റത്തൊന്നുമില്ല. സെക്യൂരിറ്റി ഇഷ്യൂസ് കാണുമല്ലോ. ജസ്റ്റ് ഫോട്ടോ പോയിൻറ്റ്സ് ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചുമ്മാ വന്നതാ. തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇവിടെ. ഇത് പ്രൈം മിനിസ്റ്റർ അല്ല, സോറി, ഇത് രാജാവിൻ്റെ കൊട്ടാരമാണ്. ഇവിടുത്തെ രാജാവ് താമസിക്കുന്ന എന്നാ അറിഞ്ഞത്. ഇവിടുത്തെ മുസ്ലിം കൺട്രി ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞൂടാ. രാജാവിൻ്റെ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ആ സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ ഫോട്ടോയ്ക്ക് നിൽക്കുന്നുണ്ട്, അവർ സെക്യൂരിറ്റിയാണ്. സൊമാറ്റോ അല്ലടാ, രാജാവിന് സൊമാറ്റോ ഫുഡ് എടുക്കാൻ പോകുന്നവൻ പറയുന്നത്. ഒരു പുള്ളി ബൈക്കിലൊക്കെ പോകുന്നുണ്ട്, ഡെലിവറി ബോയ്. ഡെലിവറി ബോയ് അവൻ പറഞ്ഞ കേട്ടോ, ആ പുള്ളി സൊമാറ്റോ രാജാവിന് ഫുഡ് എടുക്കാൻ പോകുന്നത്. അയ്യോ, നമ്മളവിടെ നിന്ന് ഇറങ്ങി. എല്ലാമൊന്നുമില്ല, പെട്ടെന്ന് ഫോട്ടോ എടുത്തു. കാര്യം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു രാജാവുള്ളതിനകത്ത് കയറ്റത്തില്ല, ഡെലിവറി ബോയിനൊക്കെ കയറ്റത്തുള്ളൂ. പിന്നെ നമ്മളെന്തായാലും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പെട്ടെന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടി. നമ്മൾ ഇവിടെ ഇപ്പം നാഷണൽ മോനുമെൻറ്റ് വന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഇവിടെ എന്തൊക്കെ നടന്നിട്ടില്ലേ, അതിൻ്റെ എന്തോ പാർട്ടായിട്ട് മരിച്ച ആൾക്കാരുടെയൊക്കെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. പറ്റുമായിരിക്കും. നോ എൻട്രി എന്ന് പറഞ്ഞിട്ടില്ല, ആരും ഇല്ലടാ ഇവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള എന്തോ സാധനമാണ്. ഇവിടെ ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, മരിച്ചവരുടെയൊക്കെ. 1914 to 1980 ടൈമിലുള്ളവരുടെ മരിച്ചവരുടെയൊക്കെ പേര്. അപ്പം ഒരു നാഷണൽ മോനുമെൻറ്റ് അത്രേ ഉള്ളൂ. ജസ്റ്റ് ഫോട്ടോ പോയിൻ്റ് അവിടെ ഇട്ട് സാധനം ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇത് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ പറഞ്ഞേക്കുന്നത് അത് മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത്. ഇവിടെ മെയിനായിട്ട് നാഷണൽ മോനുമെൻ്റ് ഉണ്ട്, പിന്നെ ഫൗണ്ടന്, പവീലിയൻ, വാർ മെമ്മോറിയൽ, ഇത്ര ഉള്ളത്. ഇത് നമ്മുടെ മോനുമെൻ്റ് ആയിരിക്കും. അത് വാർമല്ല, മോനുമെൻ്റ് ആയിരിക്കും. ബാക്കിയുള്ളത് ഇവിടെയാണ്. നമുക്ക് കൊണ്ടുപോയി പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക, പോവാ. ആൾക്കാരൊന്നും വന്നില്ല, വരുന്നേ ഉള്ളോ അല്ല. ടൈമായിട്ടുണ്ട്, എന്താ വരത്തെ അറിയില്ല. വീക്ക് ഡേ ആവാം. ഇത് തിരക്കൊന്നുമില്ല. നമ്മളും വന്നും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊള്ളാട്ടോ. അപ്പോൾ ഫൗണ്ടന് വാറിൻ്റെ കൺസെപ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും. ഇത് ജയസൂരിറ്റി വ്ളോഗ്സിൻ്റെ വ്ളോഗാണ് തോന്നുന്നു. ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലീൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പൊട്ടി പോലും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വന്നിവിടെ വെയിലായോണ്ടല്ലേ കുറേ ഇരിക്കാൻ തോന്നും. വെയിലാണെങ്കിൽ പോലും കുഴപ്പമില്ല, ഞാൻ പറയായിരുന്നു, ഇരിക്കാൻ തോന്നും. അതുപോലെ അടിപൊളിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തോ കാരണം പറയുന്നത് എല്ലാം നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫ്ലോറൊക്കെ പക്ക ക്ലീൻ. ഇവിടെ കുറേ ബിൽഡിങ്സ്, വെള്ളം. ഡെഡിക്കേറ്റഡ് ടു ദ ഹീറോയിക് ഫൈറ്റേഴ്സ് ഇൻ ദ കോസ് ഓഫ് പീസ് ആൻഡ് ഫ്രീഡം ആൻഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹ്. യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ. ചേച്ചിയെ കണ്ടപ്പോഴത്തേനും ജാപ്പനീസ് ചേച്ചി പുള്ളിക്കാരെ കണ്ടപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുക. താങ്ക് യു.
ഇനി എത്ര പേരെ കിടക്കുന്നു, എന്നാലൊരു ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ എടുക്കട്ടെ. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്. നമ്മൾ പിന്നെ അടുത്ത പരിപാടി വന്ന് നാഷണൽ മോസ്ക് മലേഷ്യ. ഇവിടെ വന്നേ. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂസിയം എന്താ പോലെയാണ് പറഞ്ഞത്, അത് പള്ളിയാണോ അറിഞ്ഞൂടാ. നാഷണലായിട്ട് മോസ്ക് ഒക്കെ ആണോ അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കട്ടെ ഇതിനകത്ത് എന്താ പരിപാടിയെന്ന്. ഭയങ്കര വെയിൽ തുടങ്ങി കേട്ടോ, ചൂടും തുടങ്ങി അത്യാവശ്യം. കാണുന്ന ആൾക്കാർ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ഇതിനകത്ത് കയറാൻ. പിന്നെ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. ഇവിടെ റാക്കുണ്ട്, റാക്കിൽ വെക്കണം അങ്ങനെയൊക്കെ. അപ്പം നമ്മളോർത്ത് പറ്റുന്ന ചവിട്ടി. അപ്പം നമ്മളോർത്ത് എന്നാൽ പിന്നെ കയറണ്ട. എടാ എനിക്ക് തൊണ്ടവേനടാ വേണ്ട. നമ്മളെ പള്ളിയിൽ കയറിയില്ല, അവിടുന്ന് ജസ്റ്റ് കയറണ്ടെന്ന് വെച്ചാൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ജ്യൂസൊക്കെ കുറേ വെച്ചേക്കുന്നത്. അപ്പം എന്നാൽ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞത് കയറി. ആദ്യം ഇരിക്കുന്ന വാട്ടർ മെലൺ ഇതിന് 5 ബാത്താണ്. 5 റിങ്കറ്റാണ്. സോറി, ബാത്തല്ല, ബാത്ത് സൈലൻ്റ്. 5 റിങ്കറ്റ്. മറ്റേതെല്ലാം 4. ഓറഞ്ച് ഉണ്ട്, പിന്നെ അപ്പുറത്തെ എന്തോ സ്ട്രോബെറി, അത് കഴിഞ്ഞുള്ളത് ആപ്പിളാണ്, പിന്നെ റൈസ്. ഇത് സെറ്റാക്കുന്നുണ്ട്. എനിക്ക് തണുത്താണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അവൻ കഴിക്കുന്നത് ശരിയാകത്തില്ല. അപ്പം നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയുണ്ട് വേണ്ടെന്ന്. ചന്തു മേടിക്കുന്നുണ്ട്. ചന്തു എന്തോ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ട് ഓപ്പോസിറ്റുള്ള വേറൊന്നൊരു സാധനം TV അൽജിറ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ JS വെറൈറ്റി വ്ളോഗ് വരെ പച്ചക്ക് ചീത്ത പറയുന്നു. അപ്പോൾ പിന്നെ നോക്കിക്കാലോ. പുറത്തെ ലുക്ക് മാത്രമേ ഉള്ളൂ, വലിയ സംഭവമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതെ, ഇത് എത്ര രൂപ? 4 ബാത്ത് അല്ലേ? 4 റിങ്കറ്റ്. സോറി, 4 റിങ്കറ്റ്. പറയേണ്ട കാര്യമില്ല, അത് പോയി. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത ഇതൊരു ഫോട്ടോ സ്റ്റോപ്പാന്ന് തോന്നുന്നു. ബൈ ടു നാഷണൽ മോസ്ക്. നമ്മുടെ വണ്ടി, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ചേട്ടൻ. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മളിപ്പോൾ ടവറിലേക്ക് കയറാൻ പോവാണ്. എങ്ങനെയാണ് അറിയത്തില്ല കാര്യങ്ങളൊന്നും, ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പം നമുക്ക് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ തകർത്ത് ബ്ലോഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളും തകർത്ത് ഇതേപോലെ ചുമ്മാ അറിഞ്ഞാണോ അത് ഇതാണോ. ഇനിവേ നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പോവാണ്. ഇതിൻ്റെ പിന്നെ കറക്കം നോക്കിയ സാധനം ചന്ത് കണ്ടുപിടിച്ച എൻ്റെ പൊന്നെ. വിൻ്റവറൊന്നും അല്ല ഇതിൻ്റെ മുന്നേ. അയ്യോ, ഈ സാധനത്തിൻ്റെ പൊക്കം ഉണ്ടല്ലോ, നമുക്ക് നോക്കിയാലും തീരൂല. ഉമ്മാതിരി കിടില സാധനം. എൻ്റെ മുന്നേ വെയിൽ. എനിക്കിവിടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. വെൽക്കം ടു ദേവൻ ഫിൽഹാർമോണിക് പെട്രോണസ്. എൻ്റെ അറിയത്തില്ല, എന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്കിവിടെ ബ്രാഞ്ച് ഉണ്ടെന്ന്. ഇങ്ങനെ വയ്ക്കാവോ? ഉള്ള കേട്ടോ, ഫുൾ എയർ കണ്ടീഷനാണ്, സെറ്റപ്പാണ്. ഒരു കാറൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നോർമൽ ഓഫീസ് ബിൽഡിംഗ് പോലെയാണ്. എനിക്ക് അറിഞ്ഞൂടാ കാര്യം, അതോ ഇത് മോള് പോലെയാണെന്ന് അറിഞ്ഞൂടാ കാര്യം. ഞാനിവിടെ വന്നിട്ടില്ല. അല്ല, ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ നോക്കിയിട്ടില്ല. നമുക്ക് കയറി നോക്കിയതായാലും. ഇതിനകത്ത് എന്താ സെറ്റപ്പ് എന്ന് അറിയില്ല. എല്ലാവരും അകത്തോടെ കയറി പോകുന്നുണ്ട്. നമ്മളതിൻ്റെ ബാക്കിൽ പോവാം. നമ്മൾ വന്നപ്പോൾ കണ്ടൊരു സാധനം. ഇതൊരു മാളാന്ന് തോന്നുന്നല്ലേടാ? മാളാണ് ആക്ച്വലി. ശരിയാ, ഓഫീസ് വരുന്നു ഇത്ര ഉള്ള മേളിൽ. നമ്മൾ ടവറിനകത്ത് കയറിയില്ലടാ. നമ്മൾ ടവറിനകത്താണ് ഇപ്പോൾ. ഇവിടുത്തെ ലുലു മോള്.
ഒന്നുമില്ല, കുറേ കടയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ മുകളിൽ നടന്ന് ഏറ്റവും ടോപ്പിലെത്തി ഏതോ കടയിലൊക്കെ കയറി എല്ലാത്തിനും വിലയൊക്കെ ചോദിച്ചു. നമ്മൾ ഇന്ത്യൻ റുപ്പി ആകുമ്പോൾ കറക്റ്റാണ്, സെറ്റാണ്. ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടോ ഈ വ്ളോഗിന് ഓണർ പറയുന്നത് കേട്ടോ, എല്ലാത്തിനും കണ്ടോ ഒരുപോലെ ഇരിക്കുന്നു. എന്ത് ചെയ്യണം നമ്മൾ എന്നില്ല. അപ്പം അത് ശരിയാ. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുക, ഒന്നും വാങ്ങിക്കത്തൊന്നുമില്ലായിരിക്കും ഇവിടുന്ന്. പിന്നെ ഇവിടെ പുറത്തുനിന്ന് എവിടുന്നെല്ലാം വാങ്ങാൻ നിർത്തും. മുകളിലൊക്കെ അല്ലെങ്കിലും ഭയങ്കര വിലയല്ലേ. നടക്കുന്നു. അയ്യോ ഒന്നും പറയണ്ട. അവർ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. സെക്യൂരിറ്റി തൊഴുത് കാണിച്ചു, അവൻ ഞെട്ടിപ്പോയി. കാണിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും നമ്മുടെ ബാംഗ്ലൂരിലുള്ള UB സിറ്റി മാളല്ലടാ. ഏകദേശം UB സിറ്റി മാളിൻ്റെ ഏകദേശം ആ ഒരു ടൈപ്പാണ്. അതാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അവരിവിടെ എന്തോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃത്തിയായിട്ട് അവർ നിൽക്കുന്നുണ്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറ്റി പറയാം. മൊമോസാണ്. പുള്ളി മൊമോസ് ഉണ്ടാകുന്നത് തോന്നുന്നു. എന്നാലും കൊള്ളാട്ടോ, കാണുമ്പോൾ തന്നെ രസമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു തരുന്നത് ഈ മേളിൽ കാണുന്നതാണ് ആക്ച്വലി ടവർ. പക്ഷെ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടില്ല അപ്പോൾ ഇതുവരെ. അപ്പോൾ അതിനകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ എന്താ സംഭവമാണ്. കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമ്മൾ തൊട്ടതാളുടെ മുകളിൽ കയറി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി ഇപ്പം കയറിയിട്ട് KL ടവറിലോട്ട് പോകണം. വണ്ടി കയറിയിട്ട് നമ്മളിവിടെ ഇറങ്ങി. ഇനി നമ്മളടുത്തത് KL ടവറിലേക്കായിരിക്കും പോകുന്നത്. അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. മുകളിൽ കയറി കുറേ കടയിലൊക്കെ കയറി വിലയൊക്കെ നോക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. വെയിലുണ്ടെന്നല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി സിറ്റിയെല്ലാം അടിപൊളി. ബൈ. ഇതെന്ന് പറഞ്ഞാൽ മലേഷ്യ എന്നല്ല എനിക്ക് തോന്നുന്നു. ഇല്ല, കോലാലംപൂർ എന്നല്ല, മലേഷ്യ തന്നെ മൊത്തത്തിൽ കാണാൻ എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മേളിലൊരെണ്ണമുണ്ട്, ഒരു സ്കൈ ഡെക്ക് ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ആ സാധനം. പക്ഷെ നമുക്ക് ടിക്കറ്റ് അവിടുത്തെ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് മതി കാര്യം, ചൂടടിക്കേണ്ട, സുഖമായിട്ട് എത്രയും വ്യൂ കാണാം. ഇത് കിട്ടില്ല കേട്ടോ. ഇത് വന്നതിൽ ഏറ്റവും സൂപ്പറായിരുന്നു. ഇത്രയും വ്യൂ ഉള്ളതുകൊണ്ട്. എൻ്റെ പൊന്നെ, ലോകത്തിലെ 7ാമത്തെ ടോളസ്റ്റ് ടവർ, ടെലികമ്മ്യൂണിക്കേഷൻ ടവർ. അതെ, അതായിരുന്നു. ഇവിടെ നമ്മൾ വന്നു. ടിക്കറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. തിരക്ക് കുറച്ചേരം ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ കയറാൻ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വേറെ കയറിയപ്പോൾ അടിപൊളി. ഇത്ര നിന്നതിൻ്റെ വർത്തായിട്ടുണ്ട്. സൂപ്പറാണ്. KL ടവർ കണ്ടിട്ട് ഇറങ്ങാൻ പോകാം. ഇവിടുത്തെ ലിഫ്റ്റ് വരെ ക്യൂ ഉണ്ടോ? ഇത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ലതാണ്. വന്നു കഴിഞ്ഞാൽ വ്യൂ ഒക്കെ കാണാം. ടിക്കറ്റ് റേറ്റ് എത്ര അറിയാം, നോക്കിയിട്ട് പറയാം.
താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് പോകണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടത്, ഇവിടെ എല്ലായിടത്തും കൊടിയാണ് ഇവരുടെ ഫ്ലാഗ്. മലേഷ്യൻ ഫ്ലാഗ് ഇവർ കൈകൊണ്ട് നടക്കും, കാറയിലൊട്ടിക്കും, ബിൽഡിങ്ങിൽ ഫുള്ള് ഫ്ലാഗ് എല്ലായിടത്തും. ഇപ്പോൾ ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. അവരുടെ കയ്യിലേക്ക് എല്ലാ ഫ്ലാഗ് ഇരിപ്പുണ്ട്, കണ്ടോ? അവരുടെ കയ്യിൽ എല്ലാ ഫ്ലാഗും ഉണ്ട്. ഇതുപോലെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു ഇവിടെ വരുന്ന ആൾക്കാരെ എല്ലാവരുടെയിലും ഉണ്ട്. അതുപോലെ ഇപ്പോൾ ബിൽഡിങ്സൊക്കെ നോക്കിയാൽ ബിൽഡിങ്സിലും എല്ലാത്തിലും ഈ ഫ്ലാഗ് ഉണ്ട്. അയ്യോ, ഞങ്ങൾ ചത്തിരുന്ന് ഇറങ്ങി, ഗ്ലാസ് വെച്ചേക്കുന്ന കണ്ണൊക്കെ പഴുത്ത് ചീഞ്ഞിരിക്കുക ഉറക്കം വന്നിട്ട്. അയ്യോ, ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ പണ്ടാരം മടങ്ങി നിന്ന് നമ്മുടെ അടപ്പ് തെറിച്ച്. ആകെ 2-3 ലിഫ്റ്റും ഉണ്ട്, അതിന് സ്പീഡുണ്ട്. പക്ഷെ എന്നാ അറിഞ്ഞൂടാ, നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വരുമ്പം ഹോട്ടൽ ചെക്കിൻ 3 മണിക്കാണ്. അപ്പോൾ എന്തായാലും ഹോട്ടലിൽ കയറാൻ പറ്റൂല. അപ്പോൾ ഡയറക്റ്റ് ഈ സിറ്റി ടൂറിനാണ് വരുന്നത്. ഇപ്പോൾ വെയിലത്തൊക്കെ നിന്ന് ഇപ്പോൾ 34 ഡിഗ്രി ഇപ്പോഴത്തെ ചൂട്. ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിന്ന് പൊരിഞ്ഞു. ആൻഡ് ദാറ്റ്സ് ദ ഇഷ്യൂ. ഇനി വലിയ പരിപാടിയൊന്നും ഇല്ല, ഇനി റൂമിലേക്ക് പോകാൻ തോന്നുന്നു, നോക്കട്ടെ. നമ്മളതിൻ്റെ പുറത്ത് വന്നു. നമ്മളവിടെ നിന്നാണ് കണ്ടത്. വാച്ച് ടവറിനോടെ പോയത്. ശരി, എന്തായിരുന്നു ഒബ്സർവേഷൻ ഡെക്ക്, അതായിരുന്നു കാണിച്ചത്. കണ്ട അവിടെയാണ് നമ്മൾ പോയത്. സംഭവം ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് എത്തി കേട്ടോ. പക്ഷേ ലിഫ്റ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളെന്തായാലും അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം. ബൈ.